നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയെന്ന വിവരങ്ങളാണ് വരുന്നത്. കൊല്ലപ്പെട്ട യമനി യുവാവ് തലാലിന്റെ കുടുംബവുമായി ചർച്ച തുടരുന്നതിനാലാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. വധശിക്ഷ നീട്ടിയെന്ന് കേന്ദ്ര സർക്കാരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, കേന്ദ്രം സ്ഥിരീകരിക്കുന്നുണ്ട് വാർത്ത, പക്ഷേ അതിൽ കേന്ദ്രത്തിന്റെ ഇടപെടലിനെ കുറിച്ച് കേന്ദ്രം പറയുന്നുണ്ട്. തന്നെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കേന്ദ്രം ഇതുവരെയും പങ്കുവച്ചിട്ടില്ല. കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഇതിൽ നിർണായകമായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നിരന്തരമായിട്ട് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ജയിലധികൃതരുമായി കേന്ദ്ര സർക്കാർ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതിന്റെ എല്ലാം ഒരു ഫലമാണ് ഇപ്പോൾ ഈ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളുമായി കേന്ദ്രം മുന്നോട്ട് പോകും എന്നുള്ള ഒരു കാര്യം കൂടി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. നിരന്തരമായിട്ട് ഈ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടിരുന്നു. ദയാധനം കുടുംബത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ ചർച്ചകളിൽ ആ കേന്ദ്ര സർക്കാർ ഒരു പരിധിവരെ കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്ന ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമായതിനാൽ ഇതിൽ കൂടുതൽ ഇടപെടുന്നതിന് കേന്ദ്ര സർക്കാരിന് പലതരത്തിലുള്ള പരിധികളുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തിയതെന്നാണ് കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച സുപ്രീം കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കേന്ദ്രം നടത്തിയ ഇടപെടലുകൾ എന്തെല്ലാമാണ്, ഈ അവസാന ഘട്ടത്തിലുള്ള ഈ ശിക്ഷ നീട്ടിവെക്കുന്നതിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം സുപ്രീം കോടതിയിൽ വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാർ നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. നിലവിൽ കേന്ദ്ര സർക്കാർ നിരന്തരം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ജയിലധികൃതരുമായിട്ടും യമനിലുള്ള ആളുകളുമായിട്ടുള്ള ആ ബന്ധങ്ങളെല്ലാം നിരന്തരമായി ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാം ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ശിക്ഷ വിധി നീട്ടിവെച്ചിരിക്കുന്നതിനും ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചിരിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശരി തൗഫീഖ്. അസ്ലം, ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം പണ്ഡിതനാണ് ഷെയ്ഖ് ഹബീബ് ഉമർ. അദ്ദേഹത്തെ കുറിച്ചുകൂടി ഈ സമയം പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു. ലോകത്ത് യമൻ സ്വദേശി അല്ലെങ്കിൽ യമൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹബീബ് ഉമർ സൂഫി ധാരയിൽ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയനായ പണ്ഡിതന്മാരിൽ ഒരാളാണ്. അദ്ദേഹം കേരളത്തിൽ നിരവധി തവണ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയുമായി ബന്ധപ്പെട്ട കാരന്തൂർ മർക്കസിലും അതോടൊപ്പം തന്നെ അവരുടെ നോളജ് സിറ്റിയിലുമായി മറ്റൊക്കെ പരിപാടികളാണ് അദ്ദേഹം പങ്കെടുത്തിരിക്കുന്നത്. ലോകത്ത് നടക്കുന്ന പല ഈ പണ്ഡിതന്മാരുടെ സംഗമങ്ങളിലും അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യത്യസ്ത ധാരകളിലുള്ള തബ്ലീഗ് ധാരകളിലും സൂഫി ധാരകളിലും ഒക്കെയുള്ള സുന്നി ധാരകളിലും ഷിയ ധാരകളിലൊക്കെയുള്ള വിഭാഗങ്ങളുമായി മറ്റുമൊക്കെ ബന്ധമുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ഉള്ള സൗഹൃദമുള്ളതും അതോടൊപ്പം തന്നെ അദ്ദേഹം തന്നെ ഇവിടെ പരിപാടികളും മറ്റുമൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ യമനിലാണ് ഇതിൽ ഇത്തരം ഒരു നിമിഷപ്രിയമായ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചകൾ നടക്കുന്നത് എന്ന വിവരം സാന്ദർഭികമായ ചില ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ സംസാരിക്കുമ്പോഴാണ് ഈ ഹബീബ് ഉമർ ഹഫീദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം യമനിയാണല്ലോ, അദ്ദേഹം ഇവിടെ കേരളത്തിലൊക്കെ വന്നിട്ടുള്ളതാണല്ലോ, ഏതെങ്കിലും അർത്ഥത്തിൽ ഇടപെടലുകൾ നടത്താൻ കഴിയുമോ എന്നുള്ളൊരു സ്വാഭാവികമായ ചില സംസാരമാണ്, ചില നേതാക്കളുമായി ബന്ധപ്പെട്ട ചില സംസാരമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെടുന്നതിന് ഇടയാക്കിയത്. ആക്ഷൻ കൗൺസിലും അതോടൊപ്പം തന്നെ ചാണ്ടിയുമ്മൻ MLA-യും അനൂപ് VR ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ആ അർത്ഥത്തിലാണ് ഇടപെടുന്നത്. ആ സമയത്ത് ഈ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ, ഹബീബ് ഉമർ എന്ന് പറയുന്ന പണ്ഡിതൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ താൻ അത് ശ്രമം നടത്താമെന്ന് കാന്തപുരം പറയുകയും അങ്ങനെ അദ്ദേഹം ഹബീബ് ഉമറുമായി സംസാരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എവിടെയാണ് ഈ തലാലിൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കൈമാറി. ആ ഘട്ടത്തിലാണ് അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ബന്ധപ്പെടുകയും ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയുകയും അങ്ങനെ കുടുംബത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് സന്നദ്ധമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതനിലൂടെ ഉണ്ടായത്. അതിലേക്ക് ഇതിനുമുമ്പ് നിരവധി ശ്രമങ്ങൾ നമുക്കറിയാം. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ശ്രമങ്ങൾ നടന്നിരുന്നു. നേരത്തെ തൗഫീഖ് സൂചിപ്പിച്ച പോലെ പരിമിതികളുണ്ടെങ്കിൽ പോലും അവരുടെ പ്രതിനിധികൾ, നയതന്ത്ര പ്രതിനിധികളും അതോടൊപ്പം തന്നെ അവിടെ യമനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥരുടെയും മറ്റുമൊക്കെ പ്രതികളുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടത്തി. മാത്രമല്ല ഈ കുടുംബത്തെ കാണാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇടയ്ക്ക് ചെറിയ അത്ര പ്രധാനപ്പെട്ട ആൾക്കാരല്ലെങ്കിൽ പോലും കുടുംബത്തിലെ ആൾക്കാരുമായി ചില ചർച്ചകളൊക്കെ നേരത്തെയും നടത്തുകയും ചെയ്തിരുന്നു. അതേസമയം ആ ചർച്ചകൾക്ക് ശേഷവും ഒരു തീരുമാനം ആകാത്തത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും വധശിക്ഷ എന്നത് അവിടുത്തെ സുപ്രീം കോടതി തന്നെ അപ്ഹോൾഡ് ചെയ്തത്, അല്ലെങ്കിൽ അത് ശരിവെച്ചത്. അതിനെ തുടർന്നാണ് 2015 സംഭവം നടക്കുന്നത്.
പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ക്ഷമിക്കണം 2018 ഈ സംഭവം നടന്നത്.